റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ മറ്റൊരു ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം എന്നാണ്. 5 ചോദ്യങ്ങൾ താഴെയുണ്ട്. 3 ഓപ്ഷനുകളും കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ഉത്തരം ആ കള്ളിയിൽ മാത്രം ടിക്ക് ചെയ്യുക, 2 കള്ളിയിൽ ടിക്ക് ചെയ്യരുത്. ടിക്ക് ഒരു കള്ളിയിൽ നിന്ന് അടുത്ത കള്ളിയിലേക്ക് വിട്ടുപോകും ചെയ്യരുത്. അപ്പോഴൊക്കെ അതൊക്കെ മാർക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. 1ാമത്തെ ചോദ്യം, ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂറാണ്? 5, 4, 6 മണിക്കൂർ കുറഞ്ഞത് ഉറങ്ങണം. 8 മണിക്കൂറിൽ കൂടരുത് എന്നൊക്കെ നമ്മൾ 12ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി 2ാമത്തേത്, മുഅ്മിനിൻ്റെ ആയുധമാണ് എന്ത്? ദുആ, സ്വലാത്ത്, സൗമ്. ഏതാണ് ദുആ അല്ലേ? അദ്ദുആ സിലാഹുൽ മുഅ്മിനി എന്ന് പഠിച്ചല്ലോ. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. 13ാമത്തെ പാഠത്തിൽ പഠിച്ചതാണത്. 3, ലാ യദ്ഖുലുൽ ജന്നത്ത ഡാഷ്. എന്താണ്? നായിമുൻ ഖാത്തിഉൻ മാക്കിറുൻ. ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് 8ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാത്തിഉൻ എന്നാണ് അവിടെ വേണ്ടത്. 4ാമത്തേത്, നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. നോമ്പ് സുന്നത്തുള്ള ദിവസത്തിൽ വെള്ളിയാണോ ബുധനാണോ വ്യാഴാണോ? വ്യാഴാണല്ലേ. വ്യാഴം തിങ്കളൊക്കെയാണ് നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ നമ്മൾ പഠിച്ചത്. അത് 5ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും. പിന്നെ നോമ്പ് ഹറാമുള്ള ദിവസങ്ങൾക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. 5ാമത്തേത്, 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് സൗമ അറഫ, തസ്വാ, ആഷുറാ. 2 വർഷത്തെ നോമ്പ്, 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് സൗമ അറഫ, അറഫ ദിവസത്തെ നോമ്പ്. അപ്പോൾ അത് പിന്നെ മനസ്സിലാക്കുക. അതിൽ അതിൻ്റെ കൂടെ തന്നെ 1 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നോമ്പുകളും അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി നമുക്ക് യോജിപ്പിക്കാം എന്നാണ്. 5 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇതാ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു വെക്കുക. ഉത്തരങ്ങളൊക്കെ വായിച്ചിട്ട് ശരിയായത് താഴേക്ക് തിരഞ്ഞെടുത്ത് ചെയ്താൽ. ഇവിടെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുള്ളത് ശുഹദാ 3 ആകുന്നു, നാവ്, സ്വഹാബികൾ 2, അള്ളാഹു, സ്വാലിഹുകൾ എന്നൊക്കെ ഉണ്ട്. 6-7 ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ക്വസ്റ്റ്യൻ ആകെ 5 ഉള്ളൂ. അപ്പോൾ എന്താവും, 1-2 ഓപ്ഷനുകൾ അതിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ആകാൻ വേണ്ടിങ്ങാണ്ട് തരുന്നതാണ്. നിങ്ങൾ ആ കൺഫ്യൂഷനിൽ പെട്ടു പോകരുത്. അത് എന്ത് ചെയ്യേണ്ടത്, എവിടേക്കും എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. 1ാമത്തെ ചോദ്യം എന്താ? ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ. ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ ഇതിലേതാണ്? 3 ആകുന്നു എന്നിവിടെ ആൻസർ ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ വേണ്ടത്. ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ 3 ആകുന്നു. അത് നമ്മൾ 1ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. അത് അറബിയും അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലുണ്ടാവുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 2ാമത്തേത്, കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ. അതാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു എന്നിവിടെ ഉണ്ട്. അതാണ് 2ാമത്തെ ഉത്തരം. 3, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. അതാരാ? സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ്. ഇതാണ് 3ാമത്തെ ഉത്തരം. ശുഹദാ എന്നാണ് ആൻസർ. ശുഹദാ. ആ പാഠത്തിൽ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശുഹദാ, സ്വാലിഹുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അടുത്ത ചോദ്യം, നബിതങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ആര്? അതാണ് സ്വഹാബികൾ. അതാണ് 4ാമത്തെ ഉത്തരം. അപ്പോൾ സ്വഹാബികൾ എന്ന് എഴുതാം. ഇവിടെ അത് നേരെ തിരിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അങ്ങനെ എഴുതാം. ആരാണ് ശുഹദാ എന്ന് ചോദിച്ചാൽ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ അല്ലേ. ആരാണ് സ്വഹാബികൾ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവർ എന്നൊക്കെ എഴുതാം. ഈ രൂപത്തിൽ തന്നെ ചോദിച്ചോളണമെന്നില്ല, ഏത് രൂപത്തിൽ വന്നാലും ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനത്തെ പേപ്പറുകളൊക്കെ
പഠിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് ഏറ്റവും വിനാശകരമായ അവയവമാണ് ഏത്? നാവ്. 5ൻ്റെ ഉത്തരം അതാണ് നാവ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ 2 എന്നുള്ളതും സ്വാലിഹുകൾ എന്നുള്ളതും ഇവിടെ ക്വസ്റ്റ്യൻസിൽ എന്തായിട്ടില്ല, ചോദ്യങ്ങൾ അതിനനുസരിച്ച് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ടത് ഒഴിവാക്കി വിടാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എൻ്റെ ആൻസറുകൾ ഇവിടെ വ്യക്തമാക്കി എഴുതി കൊടുക്കാം. അതിലൊന്നാമത്തത് എന്താ? അല്ലാഹു തആല അനുഗ്രഹിച്ചവർ ആരൊക്കെയാണ്? അല്ലാഹു തആല അനുഗ്രഹിച്ചവർ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്നില്ല. നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. ഇപ്പോൾ അതങ്ങനെ എഴുതാം. രണ്ടാമത്തത് വിശ്വാസപരമായ ത്വരീഖത്തുകൾ. വിശ്വാസപരമായി 2 ത്വരീഖത്തുകളുണ്ട്, കർമ്മപരമായി 4 ഉണ്ട്. അതിൽ വിശ്വാസപരമായാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് അശ്അരിയാണ്, പിന്നെ 2 മാതുരീദിയാണ്. അതിൻ്റെ ഇമാമുകളൊക്കെ പേരുകൾ ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു, അതൊക്കെ മനസ്സിൽ ഉണ്ടാവട്ടെ. മൂന്നാമത്തത് ബാങ്ക് കേൾക്കുമ്പോൾ ചെയ്യേണ്ടത്. ബാങ്ക് കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിൻ്റെ ഇജാബത്ത് ചെയ്യണം. അല്ലേ? എന്താണ്? ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. നാലാമത്തത് പുണ്യം കൂടിയ പള്ളികൾ. 3 പള്ളികൾ ഏറ്റവും കൂടുതൽ പുണ്യം കൂടിയതാണ് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്. ആ ഓർഡറിൽ തന്നെ ആവാം. ഏറ്റവും കൂടുതൽ പുണ്യം കൂടിയത് ഫസ്റ്റ് മസ്ജിദുൽ ഹറാമിനാണ് അല്ലേ? അപ്പോൾ മസ്ജിദുൽ ഹറാം. പിന്നെ മസ്ജിദുൻ നബവിക്കാണ് രണ്ടാമത്, അപ്പോൾ മസ്ജിദുൻ നബവി എന്ന് എഴുതാം. പിന്നെ മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, അപ്പോൾ മസ്ജിദുൽ അഖ്സ എന്നുള്ളത് മൂന്നാമത് എഴുതാം. അപ്പോൾ 3 പള്ളികൾ എന്ന് വെച്ചാൽ ആ 3 പള്ളികൾ എഴുതാം. അതിൻ്റെ പുണ്യങ്ങളൊക്കെ എത്ര ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒക്കെ പഠിക്കുക. അഞ്ചാമത്തത് സ്വർഗത്തോപ്പിൽപ്പെട്ട 2 സ്ഥലം. സ്വർഗത്തോപ്പിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന ആ സ്ഥലം ഏതൊക്കെയാണ്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അതേപോലെ മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം. മറ്റൊന്നെന്താണ്? ഇൽമിൻ്റെ സദസ്സ്. ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലവും ഇൽമിൻ്റെ സദസ്സും. അങ്ങനെ ഇതാ. ആറാമത്തത് സ്വബർ. സ്വബർ എന്ന ക്ഷമ എന്ന് എഴുതിച്ചാൽ പോരാ, അതിൻ്റെ ഡെഫിനിഷനാണ്, വ്യക്തമാക്കാനാണല്ലോ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യൽ, അതാണല്ലോ ക്ഷമ. ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, ദുആ എന്നാൽ എന്ത്? ദുആ പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് എഴുതി വെച്ചാൽ പോരാ, ചില കുട്ടികളാണ് അങ്ങനെ അർത്ഥം എഴുതി വെക്കുന്നു. ഇവിടെ അതിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. ദുആ എന്നാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. 13ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടൽ. ഞാൻ സർവശക്തനായ എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്, സ്ഥലപരിമിതിക്കനുസരിച്ച് കൊണ്ടാണ് ഉത്തരം എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തത് ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? ഉറക്കം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനെയാണ്? 12ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മരണത്തെയും പരലോക ജീവിതത്തെയും. അല്ലേ? മരണത്തെയും പരലോക ജീവിതത്തെയും. 2 കാര്യങ്ങൾ എഴുതണം. മൂന്നാമത്തത് ഭാര്യയുടെ കടമ എന്താണ്? ഭാര്യയുടെ കടമ എന്താണ്? 11ാമത്തെ പാഠത്തിൽ പറഞ്ഞല്ലോ, ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ. അതാണ് ഭാര്യയുടെ കടമ, ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ. അങ്ങനെ എഴുതാം. 4ാമത്തത് അത് കൽബിനെ കഠിനമാക്കും. ഏത്? അത് കൽബിനെ കഠിനമാക്കും. ഏതാണത്? 10ാമത്തെ പാഠത്തിലുണ്ടല്ലോ, ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിക്കുക. അല്ലേ? അതാണ് കൽബിനെ കഠിനമാക്കുന്നത്. അപ്പോൾ ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ എന്നെഴുതാം. 5ാമത്തെ ചോദ്യം എന്താ? അള്ളാഹു ബന്ധം പുലർത്തും ആരോട്? ആരോട്? മൻ വസ്വലക്കി വസൽത്തുഹു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. മൻ വസൽത്തുഹു വസ്വലക്കി ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാം, കുടുംബബന്ധം ചേർക്കുന്നവരോട്. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും എന്നൊക്കെ പറഞ്ഞതല്ലോ. മൻ വസ്വലക്കി വസൽത്തുഹു വമൻ ഖതഅക്കി ഖതഅതുഹു എന്ന് പഠിച്ചല്ലോ. ഇനി 6ാമത്തത് അള്ളാഹുവിനെ അറിയാൻ എന്ത് വേണം? പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം. അല്ലേ? 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്.
പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം. ഏഴാമത്തത് സമസ്ത രൂപീകരിച്ചത് എന്തിനാണ്? സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ. രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് സമസ്ത രൂപീകരിച്ചത് എന്തിനാണ്? സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ. അങ്ങനെ എഴുതാം. എട്ടാമത്തെ ചോദ്യം കുടുംബജീവിതം സന്തോഷകരമാകാൻ എന്ത് വേണം? കുടുംബജീവിതം സന്തോഷകരമാകാൻ പിന്നെ അത് 11ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും, അത് രണ്ടാണ് വേണ്ടത്. പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും. അങ്ങനെ എഴുതാം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഒരു 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പേജ് 17 അഥവാ ഇത് ഒരു പാഠത്തിൻ്റെ അവസാനമായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിഅ്റാജ് രാവാണ് അല്ലേ? മിഅ്റാജ് രാവ് എന്നാണ് എന്ന് എഴുതി കൊടുത്താൽ മതി. മിഅ്റാജ് രാവ് റജബ് 27 മിഅ്റാജ് രാവ്. ഒക്കെ നോമ്പ് സുന്നത്തുള്ള ദിവസം കൂടിയാണ് റജബ് 27. 2 അയ്യാമുത്ത് തശ്രീഖ് ഏതാണ്? മാസം ദിവസം കൂടി ഏതാണേ? ദുൽഹിജ്ജയാണ് മാസം. ദുൽഹിജ്ജ എന്ന് എഴുതിയ പോരാ. ദുൽഹിജ്ജ 11, 12, 13 അതാണ് അയ്യാമുത്ത് തശ്രീഖ്. 3ാമത്തേത് അറഫ ദിവസമാണ്. അറഫ ദിവസം അതേപോലെ തന്നെ ദുൽഹിജ്ജ 9 അറഫ ദിവസം ദുൽഹിജ്ജ 9. പിന്നെ 4ാമത്തേത് ബറാഅത്ത് രാവാണ്. ബറാഅത്ത് ഏതാണ്? ഷഅബാനാണ്. ഷഅബാൻ 15 ബറാഅത്ത് രാവ്. ഇവിടെ അറഫ ദിവസം ദുൽഹിജ്ജ 9 ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ദിവസം വരുന്നത് വലിയ പെരുന്നാൾ ദിവസമാണ്. അത് കഴിഞ്ഞ് അടുത്ത 2 ദിവസങ്ങളാണ് ഇത്. അടുത്ത 3 ദിവസങ്ങളാണ് ദുൽഹിജ്ജ 11, 12, 13. അതിൻ്റെ പേരാണ് അയ്യാമുത്ത് തശ്രീഖ്. പിന്നെ മിഅ്റാജ് ആണെങ്കിൽ റജബ് 27. പിന്നെ ഷഅബാനാണ് ബറാഅത്ത് ഷഅബാൻ 15. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി സാരം എഴുതാം. അത് അർത്ഥം എഴുതാനാണ്. 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലൊന്നാമത്തത് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ ശആഇറുകൾ ആദരിക്കൽ ഖൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. എന്താണ് അർത്ഥം? അള്ളാഹുവിൻ്റെ ശആഇറുകൾ ആദരിക്കൽ ഖൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. ഇത് പൂരിപ്പിക്കാനൊക്കെ വരാം. അതുകൊണ്ട് അറബിയും അർത്ഥം പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. 3 ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിമ്പിളാണല്ലോ അല്ലേ? നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന്. നേരായ എന്നുള്ളത് ചൊവ്വായ എന്ന ഇതിലും കുഴപ്പമൊന്നുമില്ല. ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 3ാമത്തത് ഇവിടെ നമ്പർ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇത് 2, ഇത് 3. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതേപോലെ വൽ യൗമിൽ ആഖിരി അവസാന നാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യട്ടെ? ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. ഇങ്ങനെ അർത്ഥം എഴുതാനൊക്കെ വരുമ്പോൾ ഓരോ വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് കണ്ടുവെക്കുക, എന്താണ് എന്നത് ആലോചിച്ച് നോക്കുക. പിന്നീട് അത് സെൻറ്റൻസ് ആക്കി അങ്ങോട്ട് കൂട്ടിയാൽ തന്നെ പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായി എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെ പറയാം? ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അപ്പോൾ അങ്ങനെ അർത്ഥം എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.